ഹായ് ഫ്രണ്ട്സ്, ഞാൻ റീന. റോസോസ് ഗ്രീൻ ഹോമിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഒരു അടിപൊളി ഫെർട്ടിലൈസറിനെ പറ്റിയാണ് കേട്ടോ. വേറൊന്നുമല്ല, നമ്മളുടെ എല്ലാവരുടെയും വീടുകളിലും മീൻ വാങ്ങിക്കാറുണ്ടായിരിക്കും അല്ലേ. അപ്പോൾ മീൻ വെട്ടിയതിന് ശേഷം ബാക്കി വരുന്ന ആ മീൻ വെള്ളം നമ്മൾ സാധാരണയായിട്ട് പറമ്പിലേക്ക് ഒഴിച്ച് കളയാറാണ് പതിവ്. അപ്പോൾ ആ ഒരു മീൻ വെള്ളം കൊണ്ട് അടിപൊളി ഫെർട്ടിലൈസർ ഉണ്ടാക്കാൻ പറ്റിയാലോ, അതെങ്ങനെയാണെന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞു തരുന്നത് കേട്ടോ. അപ്പം നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മൾ മീൻ വെട്ടിക്കഴിഞ്ഞാൽ വളരെ കുറച്ച് വെള്ളമേ നമുക്കതിൽ നിന്ന് കിട്ടുള്ളൂ അല്ലേ. അതാകുമ്പോഴത്തേക്ക് 2-3 ചെടിക്ക് ഒഴിക്കുമ്പോൾ തന്നെ അതങ്ങ് തീർന്നു പോകും. പക്ഷേ ഞാൻ ഇന്ന് പറയുന്ന രീതിയിൽ നിങ്ങൾ ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറേ ചെടികൾക്ക് ഇത് ഒഴിക്കാനും പറ്റും. അത് ആ ചെടികൾക്കൊക്കെ വളരെ ഗുണപ്രദമാവുകയും ചെയ്യും. അപ്പം അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് ഇനി ഞാൻ പറഞ്ഞുതരാം. അതിന് വേണ്ടിയിട്ട് നമുക്ക് മീൻ വെട്ടിയ വെള്ളമാണ് ആദ്യം ആവശ്യം. അപ്പോൾ ഇതിനുള്ള മീൻ കഷ്ണങ്ങളൊക്കെ ഉണ്ടല്ലോ, മീനിൻ്റെ വേസ്റ്റ്, അതൊന്നും നമുക്ക് ആവശ്യമില്ല. നമുക്ക് ഈ മീൻ വെള്ളം മാത്രം മതി. അപ്പോൾ ആദ്യം നമുക്ക് അതെടുക്കാം. ഇനി നമുക്ക് വേണ്ടത് ശർക്കരയാണ്. ഒരു 50 ഗ്രാം ശർക്കരയാണ് ഇതിനാവശ്യം. അതിന് വേണ്ടിയിട്ട് ശർക്കര ഇങ്ങനെ ചീകി എടുത്തിട്ട് കുറച്ച് വെള്ളത്തിൽ കലക്കിയെടുക്കണം. ഇനി നമുക്ക് ഈ മീൻ വെള്ളം ഒരു വലിയ പാത്രത്തിലേക്ക് മാറ്റാം. അതിനുശേഷം ഈ മീൻ വെള്ളത്തിലേക്കാണ് ഈ ശർക്കര കലക്കിയ വെള്ളം നമ്മൾ നേരത്തെ ഉണ്ടാക്കിയല്ലോ, ആ വെള്ളത്തിലേക്ക് ഈ ശർക്കര വെള്ളം കൂടെ ഇതിലോട്ട് ഒഴിച്ചു വയ്ക്കുക. ഇനി ഇത് രണ്ടും കൂടെ നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ഒരു മൂടി കൊണ്ട് 2 ദിവസത്തേക്ക് ഇത് അടച്ചു വയ്ക്കുക. ഇപ്പോൾ 2 ദിവസം കഴിഞ്ഞിട്ടുണ്ട്. നമുക്കൊന്ന് മൂടി തുറന്ന് നോക്കാം. ഇപ്പം നിങ്ങൾ വിചാരിക്കും ഇതിന് ഭയങ്കര ദുർഗന്ധമായിരിക്കും എന്ന്. അങ്ങനെ ഒന്നുമില്ല. ഒരു നോർമൽ ഒരു സ്മെല്ലുണ്ടല്ലോ, അത് മാത്രമേ ഉള്ളൂ. അതല്ലാതെ 2 ദിവസം മീൻ വെള്ളം ഇരുന്നതിൻ്റെ ഒരു മണം ഇതിനില്ല. കാരണം നമ്മളതിൽ ശർക്കര ഒഴിച്ച് വെച്ചതാണല്ലോ. ഇനിയിപ്പോൾ ഈ വെള്ളത്തിനെയാണ് നമ്മൾ നേർപ്പിച്ചിട്ടാണ് ചെടികൾക്ക് ഒഴിക്കാൻ പോകുന്നത്. അതിന് വേണ്ടിയിട്ട് ഒരു വലിയ പാത്രം എടുക്കുക. ആ പാത്രത്തിലേക്ക് ഇപ്പം നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഈ വെള്ളം, ഈ ഫെർട്ടിലൈസർ ഒഴിച്ച് വയ്ക്കുക. എന്നിട്ടിനി നമ്മളതിന് ഒരു 5 ഇരട്ടി വെള്ളമായിട്ട് മിക്സ് ആക്കുക. എത്ര നേർപ്പിക്കാവോ അത്രയും നേർപ്പിച്ചാൽ ഒരു കുഴപ്പമില്ല. കാരണം ഇങ്ങനെ ഉണ്ടാക്കുന്ന വളങ്ങളുണ്ടല്ലോ, ഭയങ്കര വീര്യം കൂടിയതായിരിക്കും. അപ്പം അത് നേരിട്ട് ചെടികൾക്ക് ഒഴിക്കുക എന്നുണ്ടെങ്കിൽ ചെടികൾക്ക് കരിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പം നമ്മളെപ്പോഴും ഏത് വളമാണെങ്കിലും, ഈ വളം തന്നെയല്ല, ഏത് വളമായാലും ഒന്ന് നല്ല രീതിയിൽ നേർപ്പിച്ചിട്ട് തന്നെ ഒഴിക്കുക. അത് എത്ര ഇരട്ടി വെള്ളം ഒഴിച്ചാലും പ്രശ്നമില്ല. പക്ഷേ നമ്മൾ നേർപ്പിച്ചിട്ട് ഒഴിക്കാൻ ശ്രമിക്കുക. ഇനി നമുക്ക് ഈ ഫെർട്ടിലൈസർ ഒരു സ്പ്രേ ബോട്ടിലേക്ക് ഒഴിച്ചു കൊടുക്കാം. പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് കരടൊന്നും ഉണ്ടാകാൻ പാടില്ല കേട്ടോ. അങ്ങനെയാണെങ്കിൽ സ്പ്രേ ബോട്ടിലിൻ്റെ ഹോൾ അടഞ്ഞു പോയാൽ നമുക്ക് മര്യാദയ്ക്ക് സ്പ്രേ ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കണം. അപ്പോൾ ഇന്ന് ഞാൻ ഈ ഫെർട്ടിലൈസർ ഒഴിച്ചു കൊടുക്കാൻ പോകുന്നത് എൻ്റെ മുളക് ചെടിക്കാണ്. മുളക് ചെടിയാണെങ്കിൽ ഇപ്പം മഞ്ഞച്ച് പോയിരിക്കണം, ഇലകളൊക്കെ മഞ്ഞ കളറായിട്ട് മാറിയിരിക്കുകയാണ്. പിന്നെ അതിലധികം മുളകും ഉണ്ടാവുന്നില്ല. അപ്പോൾ ഈ ചെടിയിലാണ് ഞാൻ ഇന്ന് ഈ ഫെർട്ടിലൈസർ ഒഴിക്കാൻ പോകുന്നത്. ഇത് മാത്രമല്ല കേട്ടോ, പച്ചക്കറികളിൽ മാത്രമല്ല കേട്ടോ, പൂക്കളുടെയും പൂക്കളായാലും പച്ചക്കറി ആയാലും ഏതായാലും ഈ വളം വളരെ നല്ലൊരു വളമാണ്. ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ ഇന്ന് നമുക്ക് ഈ ചെടിയിൽ നമുക്കൊന്ന് ഈ സ്പ്രേ ഒന്ന് അടിച്ചു കൊടുക്കാം. അപ്പോൾ ഞാൻ എൻ്റെ ചെടികളൊക്കെ വെച്ചിരിക്കുന്ന ടെറസിലാണ് കേട്ടോ. ഇപ്പം മഴയൊക്കെ മാറി നല്ല വെയിൽ തെളിഞ്ഞല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു ദിവസം തന്നെ ചെടിക്ക് വെള്ളം ഒഴിച്ചില്ലെങ്കിൽ തന്നെ ചെടികളുടെ നല്ലൊരു വളർച്ചയെ അത് ബാധിക്കും. പെട്ടെന്ന് കരിഞ്ഞു പോകാനുള്ള ചാൻസസ് ഒക്കെ ഉണ്ട്. അപ്പം ഞാൻ എൻ്റെ ഈ മുളക് ചെടിയാണെങ്കിൽ മുഴുവൻ മുരടിപ്പ് ബാധിച്ച് നിൽക്കുമായിരുന്നു. ഇല മഞ്ഞച്ച് പോയി, അധികം മുളക് ഉണ്ടാകുന്നില്ല. അങ്ങനെ വളരെ ഡള്ളായിട്ട് നിൽക്കുന്ന അവസരത്തിലാണ് ഞാനിതൊന്ന് പരീക്ഷിച്ചത് കേട്ടോ. അപ്പോൾ എനിക്ക് നല്ലൊരു റിസൾട്ട് കിട്ടി. അപ്പം അങ്ങനെയാണ് ഞാനത് നിങ്ങളെ കൂടെ കാണിച്ചു തരാമെന്ന് വിചാരിച്ചത് കേട്ടോ. അപ്പോൾ ഈ ഒരു ഫെർട്ടിലൈസർ നമ്മൾ സ്പ്രേ ചെയ്യുക മാത്രമല്ല, നമുക്കിതിൻ്റെ കടയ്ക്കലും ഇത് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഇതിൽ ശർക്കര ഒഴിച്ചിട്ടുള്ളത് കാരണം ഉറുമ്പ് വന്നാലോ ഒന്നും ഇല്ല. ഉറുമ്പൊന്നും എനിക്ക് വന്നിട്ടില്ല. കാരണം നമ്മൾ അത്രയും ഡൈല്യൂട്ട് ചെയ്താണല്ലോ ഒഴിക്കുന്നത്. അതുകൊണ്ട് ഉറുമ്പൊന്നും വന്നില്ല. അപ്പം ഞാൻ മുളകിന് മാത്രമല്ല ചെടികൾക്കും ഇത് കൊടുക്കാറുണ്ട്. അപ്പോൾ ചെടിയിൽ നിറയെ മുട്ടുണ്ടായിട്ട് ചിലപ്പോൾ വിരിയാതെ വരുന്ന അവസ്ഥ, അല്ലെങ്കിൽ ആ മുട്ട് കരിഞ്ഞു പോകുന്ന അവസ്ഥ, അങ്ങനെയുള്ള അവസ്ഥയിലൊക്കെ ഈ ഒരു ഫെർട്ടിലൈസർ ഒഴിച്ചു കൊടുക്കുകയെന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ മുട്ടം വന്ന് നല്ല വലുപ്പമുള്ള പൂക്കളെല്ലാം ഉണ്ടാവാനായിട്ട് ഈ വളം സഹായകമാവും കേട്ടോ.
അപ്പോൾ ഈ വളപ്രയോഗത്തിന് ശേഷം എനിക്ക് നല്ലൊരു റിസൾട്ടാണ് കേട്ടോ എനിക്ക് കിട്ടിയത്. അപ്പം ഇത് മീൻ വെള്ളം നമുക്കാകെ കുറച്ച് വെള്ളമല്ലേ ഉണ്ടാവുള്ളൂ. അപ്പോൾ ഇങ്ങനെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, അതായത് ശർക്കരയായിട്ട് മിക്സ് ചെയ്ത് 2 ദിവസം വെച്ച് പുളിപ്പിച്ചതിന് ശേഷം ഒഴിക്കുമ്പോൾ ഉള്ള ഗുണം എന്ന് വെച്ചാൽ നമുക്ക് ഒത്തിരി ചെടികൾക്ക് ഒഴിക്കാനും പറ്റും. പിന്നെ ഇതിൻ്റെ സൂക്ഷ്മാണു പ്രവർത്തനങ്ങളൊക്കെ വേഗം നടക്കുന്ന കാരണം ഇത് നമുക്ക് നല്ല രീതിയിലുള്ളൊരു ഫലം നമ്മളുടെ ചെടികൾ നമുക്ക് തരുകയും ചെയ്യും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാലും മറക്കാതെ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഇതുപോലുള്ളൊരു അടിപൊളി വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. അപ്പം അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും ബൈ ഫ്രം റീന.